ഇൻഫാൻ എൻ്റർടൈൻമെൻറ്റിലെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണ്. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരാളെപ്പോലും നമുക്ക് തോന്നുന്ന വളരെ ചുരുക്കം ചില ആക്ടേഴ്സ് മാത്രമായിരിക്കുമല്ലോ ഉണ്ടാവുക. കോമഡി റോൾസും അതുപോലെ സീരിയസ് റോൾസും ഒക്കെ അതിഗംഭീരമായിട്ട് അഭിനയിക്കുന്ന നിഷ ചേച്ചി, വെൽക്കം. ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടുക എന്നതിനേക്കാൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഒരു ദിവസത്തെ ഒരു വർക്കെങ്കിലും കിട്ടുക എന്നുള്ളതായിരിക്കുള്ളൂ. ആദ്യം തന്നെ അഭിനയിക്കാൻ പോയ ടൈം എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് അത് തിരുവാതിര ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് പോണത്. അവിടെ ചെന്നപ്പോഴാണ് അഭിനയിക്കാൻ ഒരു ക്യാരക്ടറായിട്ട് ചെറിയൊരു ക്യാരക്ടറായിട്ട് കിട്ടണേ അഗ്നിസാക്ഷി മൂവിയിൽ. നമുക്ക് എല്ലാം ഇപ്പോൾ അഭിനയിക്കാൻ പോകുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് എവിടെ യാത്ര ചെയ്യുമ്പോഴും ജീവിക്കുമ്പോഴും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എവിടെ അല്ലേ, നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ പോലും നമ്മൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാരൊക്കെ ഇപ്പോഴും സുരക്ഷിതരല്ല. ആദ്യമായിട്ടൊരു സീരിയലിൽ അഭിനയിക്കാൻ വിളിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഓടിപ്പടച്ചൊരു ബാഗിൽ കുറച്ച് ഡ്രസ്സൊക്കെ കുത്തിത്തിരിക്കി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം ബസ്സിൽ കയറാൻ വേണ്ടി. ഓടി വന്ന വഴിക്ക് തന്നെ ആക്സിഡൻ്റ് ആയി. എൻ്റെ ലൈഫ്, ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ, എൻ്റെ സ്വഭാവം എന്താണ്, ഞാൻ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നേരത്തെ ചെയ്തിരുന്നു, ഇനി ഞാൻ നാളെ എന്തൊക്കെ ചെയ്യും, അല്ലേ, ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതെനിക്കറിയാം. ഉപ്പുമുളകാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും കിട്ടിയ ഏറ്റവും നല്ല കോംപ്ലിമെൻ്റ്. അത് തന്നെയാണ്, അതിനകത്തൊരു മാറ്റമില്ല. എന്തായാലും നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ഷൂട്ടിങ് ഒക്കെ ഉണ്ടായപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അത് നെടുമുടി വേണിച്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായപ്പോൾ വേറെ ആർട്ടിസ്റ്റിനെ പ്രേം നസീർ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ജീവിതത്തിലുടനീളം നമുക്ക് എപ്പോഴും ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വളരെ ധൈര്യത്തോടെ ശക്തിയോടുകൂടി ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആദ്യം ചിന്തിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ നല്ല ക്യാരക്ടറുകൾ വേണമെന്ന് ചിന്തിച്ചു തുടങ്ങി. ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമുക്കിപ്പോൾ എന്തിനെക്കുറിച്ചാണോ ആഗ്രഹം, അപ്പം യൂണിവേഴ്സ് കേൾക്കുകയാണ് നമ്മളുടെ. അതന്നെ സത്യം. അപ്പോൾ അങ്ങനെയാണ് ആ ആഗ്രഹങ്ങളാണ് ഇവിടെ വരെ എത്തിയത്. ഇങ്ങനെ പോകുന്നു ലൈഫ്, ഇത് അങ്ങനെ അങ്ങ് പോകുന്നു. നമുക്ക് തുടക്കത്തിൽ നിന്ന് എങ്ങനെയാ ചേച്ചി ഈ ഒരു ഇതാണ് എൻ്റെ പാത്ത്, ഇതാണ് എൻ്റെ കരിയർ, സിനിമയിലേക്ക് വരിക അല്ലെങ്കിൽ ഇങ്ങനെ സീരിയൽസ് ചെയ്യുക, ഇതൊക്കെ ഒരു പ്ലാനിലുണ്ടായിരുന്നു? ഇഷ്ടമായിരുന്നു ചെറുതിൽ ഇതൊക്കെ? ഇഷ്ടമായിരുന്നു വെച്ചാൽ അങ്ങനെ കല ഇഷ്ടമാണ്. അഭിനയം വന്നതിന് ശേഷം ഇഷ്ടമായി തുടങ്ങിയതാണ്. ആദ്യം അങ്ങനെ നമ്മൾ അഭിനയിക്കും അല്ലെങ്കിൽ അഭിനയിക്കേണ്ടി വരും, അഭിനയിച്ച് തുടങ്ങും എന്നൊന്നും ചിന്തിക്കണില്ലല്ലോ. ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നല്ലാതെ അഭിനയിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത. അല്ലാതെ ഞാൻ അഭിനയിക്കാൻ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇഷ്ടമായി. ചേച്ചി എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നതെന്നുള്ളത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അതിൽ ചേച്ചിക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അടിപൊളി എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ, മെമ്മറബിൾ ആയിട്ട് എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഒരുപാട് ഉണ്ടാവും, ഇഷ്ടംപോലെ. നമ്മളിപ്പോൾ പലപ്പോഴും ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടുക എന്നതിനേക്കാൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഒരു ദിവസത്തെ ഒരു വർക്കെങ്കിലും കിട്ടുക എന്നുള്ളതായിരിക്കുള്ളൂ, അല്ല. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെ വന്നത് തന്നെ ചെറിയ ചെറിയ ക്യാരക്ടറുകൾ ചെയ്തിട്ടാണ്. അപ്പോൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവണേ. നമ്മളിപ്പോൾ ഈ സിനിമയിലോ സീരിയലിലോ വരുമെന്ന് പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഇതിനവിടെ ഒന്നും വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി വരുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഒരു എൻട്രി മാത്രമാണ്. പിന്നെ ചിന്തിക്കുന്നത് ക്യാരക്ടറുകൾ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ ക്യാരക്ടറുകൾ ചിന്തിച്ചാണ് ഓരോ വർക്കുകൾ നമുക്ക് വന്നു തുടങ്ങണേ. അപ്പോൾ നമ്മളെ ആഗ്രഹമാണ് നമ്മളെ എവിടെയും കൊണ്ട് എത്തിക്കുന്നത്. ആദ്യം ചിന്തിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ നല്ല ക്യാരക്ടറുകൾ വേണമെന്ന് ചിന്തിച്ചു തുടങ്ങി. ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമുക്കിപ്പോൾ എന്തിനെക്കുറിച്ചാണോ ആഗ്രഹം, അപ്പം യൂണിവേഴ്സ് കേൾക്കുകയാണ് നമ്മളുടെ. അതന്നെ സത്യം. അപ്പോൾ അങ്ങനെയാണ് ആ ആഗ്രഹങ്ങളാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അതിനകത്ത് ഒരു യാത്രയാണ് നമ്മളുടെ. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ സന്തോഷമുള്ളതുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സങ്കടമുള്ളതുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കോമഡി ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ലൈഫ് അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഇല്ലേ?
നമുക്കൊരു നല്ല ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളെ കയ്യിൽ കാശില്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ട് നമുക്ക് യാത്രകൾ സ്മൂത്ത് ആവണം എന്നില്ല. അപ്പോൾ ആ യാത്രകൾക്കിടയിൽ ഉണ്ടാവുന്നതിലെല്ലാം എൻജോയ് ചെയ്ത് പോകാന്നുള്ളതാണ് നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി ഇവിടെ എത്തി. പിന്നെ ഓർത്ത് വെക്കാൻ പറ്റുന്നെന്ന് വെച്ചാൽ അങ്ങനെ ഓർത്ത് വെക്കാൻ ഇപ്പം പെട്ടെന്ന് ചോദിച്ചപ്പോഴേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ അഭിനയിക്കാൻ പോയ ടൈം എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് അത് തിരുവാതിര ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് പോണത്. അവിടെ ചെന്നപ്പോഴാണ് അഭിനയിക്കാൻ ഒരു ക്യാരക്ടറായിട്ട് ചെറിയൊരു ക്യാരക്ടറായിട്ട് കിട്ടണേ അഗ്നിസാക്ഷി മൂവിയിൽ. പിന്നെ രണ്ടാമത് പിന്നെ ഒരു പോണത് പിന്നെ ഒരു സീരിയൽ. അത് ഓടി സീരിയൽ ഫസ്റ്റ് ആദ്യമായിട്ടൊരു സീരിയലിൽ അഭിനയിക്കാൻ വിളിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഓടി പിഴച്ചൊരു ബാഗിൽ കുറച്ച് ഡ്രസ്സൊക്കെ കുത്തിത്തിരിക്കി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം ബസ്സിൽ കയറാൻ വേണ്ടി. ഓടി വന്ന വഴിക്ക് തന്നെ ആക്സിഡൻ്റായി. അതായിരുന്നു സീരിയലിൽ അഭിനയിക്കാൻ വന്നപ്പോൾ. ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ ആക്സിഡൻ്റ് അല്ല, ഒരു ചെറിയ സ്കൂട്ടർ മുട്ടി. അപ്പോൾ തന്നെ അവിടെ വീണിട്ട് എൻ്റെ ഡ്രസ്സ് കാലിൻ്റെ പാൻറ്റൊക്കെ മുട്ടൊക്കെ കീറി. കാരണം മുട്ടൊക്കെ മുറിഞ്ഞു, മുട്ടൊക്കെ കീറി. എന്നിട്ട് ഞാൻ ചാടി ഇട്ടിട്ട് ആ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച ആ ചേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല, ചേട്ടൻ പോയിക്കുവെന്ന്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് ശരിക്കും പറഞ്ഞൊരു ഇപ്പം 26 കൊല്ലമായി വന്നിട്ട്. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞത്, ചേട്ടാ കുഴപ്പമില്ല, ചേട്ടനൊരു കുഴപ്പമില്ല. ചേട്ടൻ അപ്പോൾ ആ ചേട്ടനൊരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ പിടിച്ച് പൊക്കാനും ഒക്കെ ആയിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ കുഴപ്പമില്ല ചേട്ടാ, ചേട്ടനൊരു കുഴപ്പമില്ല. അപ്പോൾ പറ്റവേ അടുത്തേക്ക് തള്ളി വയ്ക്കട്ടെ, ചേട്ടനല്ല ഓൾക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല, കാരണം എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ അവരോട് സീരിയലിൽ പോവാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളാർക്കും അറിയില്ലല്ലോ, നമ്മൾ അഭിനയിക്കാൻ പോകണല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അപ്രാളത്തിൽ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ആ പാൻറ് ചുരിദാറായിരുന്നു, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, കാണില്ല. ഈ മുട്ടാണ് കയറിയത്. ആ ചോരയൊക്കെ മുട്ടിലൊക്കെ നിറയുണ്ട്. അത് മൈൻഡ് ചെയ്യാതെ ഞാൻ ഓടി പടച്ച് അടുത്ത ബസ് കിട്ടി. അന്ന് നമ്മൾക്ക് വണ്ടിയൊന്നും വിടില്ലല്ലോ, ചെറിയ ക്യാരക്ടറല്ല. അപ്പോൾ അതുകൊണ്ട് ഓടിപ്പടച്ച് അവിടെ ചെന്ന് അഭിനയിച്ചു. ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്ത് തുടങ്ങുന്ന മൊമെന്റ് ഒക്കെ ഓർമ്മയുണ്ടോ? ഭയങ്കര സീരിയസ് ആയിട്ട് ആദ്യമായിട്ടൊക്കെ ഞാൻ അന്ന് ആ സീരിയലിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു അത്ഭുതം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്ന വെപ്രാളൊക്കെ അന്നേരം മറന്നു. ഈ മുട്ടിയതും മുറിഞ്ഞതും പാൻറ്റും ഇതൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഇങ്ങനെ നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതല്ലേ. ആദ്യമായിട്ട് ഞാനൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ആർട്ടിസ്റ്റുകളെ നേരിട്ട് കാണുന്നത്. നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ഷൂട്ടിങ് ഒക്കെ ഉണ്ടായപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അത് നെടുമുടി വേണിച്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായപ്പോൾ വേറെ ആർട്ടിസ്റ്റിനെ പ്രേം നസീർ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഷൂട്ടിങ്ങിന് വന്നതല്ല, നമ്മൾ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ജൂബിലി നടന്നിരുന്നു. അപ്പം അന്ന് ചെറുതാണ് കേട്ടോ, എന്നാലും ഞാൻ കണ്ടു ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ദൂരെ ഒരു ജൂബിലി അപ്പുറത്താണ് അതിൻ്റെ ഇതൊക്കെ ഇട്ടിരിക്കണം, സ്റ്റേജും അതും ഇതൊക്കെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഒരു പാലം പണിതിട്ടുണ്ട് മാർക്കറ്റിലേക്ക് പോകാൻ ആൾക്കാർക്ക് നടക്കാൻ. ഇതിനിടയിൽ വെള്ളമൊക്കെ വെച്ച് പോകുന്നതുകൊണ്ട് അവർക്ക് അങ്ങോട്ടുള്ള ഇതൊക്കെ പോകും. അപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കാണാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ടൊരു നിറയെ ചുറ്റും ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഒരാൾ മാത്രം ഭയങ്കര ബ്രൈറ്റായിട്ട് ഭയങ്കര രസമായിട്ട് കാണും. അപ്പോഴെങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ കൂടെ ഉണ്ട്, അച്ഛൻ്റെ അടുത്ത് അതാരാന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അതാണ് പ്രേം നസീർ. അയ്യോ, അന്നറിയാവോ? അന്നറിയാം, അഭിനയം നമ്മൾ സിനിമയൊക്കെ നമ്മൾ കണ്ട് സാറിന് അറിയുന്നതല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആർട്ടിസ്റ്റ് അതാണ്. അപ്പോൾ കണ്ടപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതാണ് ആദ്യമായിട്ട് കണ്ട ആർട്ടിസ്റ്റ്. പിന്നെയാണ് നെടുമുടി വേണിച്ചേട്ടനൊക്കെ കാണുന്നത്. ഫോട്ടോ ഒക്കെ എടുത്ത് അന്ന് പോയപ്പോ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല, ദൂരെ നിന്ന് കണ്ടത്. ദൂരെ. പിന്നെ നെടുമുടി വേണിച്ചേട്ടനൊക്കെ വീടിനടുത്ത് തന്നെയായിരുന്നു, കണ്ടു. അന്ന് നമ്മളതിൽ മൊബൈലൊന്നും ഇല്ലല്ലോ ഫോട്ടോ എടുക്കാനായിരുന്നു. അപ്പം അതുകൊണ്ട് ജസ്റ്റ് കണ്ടു അത്ര. അതിൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ, അപ്പം അതുകൊണ്ട് കണ്ടു. വീട്ടിലൊക്കെ ആദ്യമേ ഓക്കെ ആയിരുന്നോ അഭിനയിക്കുന്നതിന്? എപ്പോ തൊട്ട് അവര് ഇത് ഒരു വിശ്വാസമായിട്ട് കണ്ടോടെ? അവര് ഒന്നൊക്കെ ഒന്ന് മിനുങ്ങി ഇതായി വന്നപ്പോൾ, അതായത് കുറച്ച് നല്ല മൂവീസും സീരിയലൊക്കെ കുറച്ച് നല്ല ക്യാരക്ടറൊക്കെ ചെയ്തു തുടങ്ങിയില്ലേ, അപ്പോഴാണ് അവരൊക്കെ അംഗീകരിച്ചു തുടങ്ങിയത്. ഇപ്പൊ സിനിമയിൽ കുറേ അധികം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ഫേവറേറ്റ് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? എല്ലാ ഫേവറേറ്റാ ഒന്നുമില്ല. ഞാനിപ്പോൾ ആദ്യം തുടങ്ങി അഗ്നിസാക്ഷിയിൽ ചെയ്ത ഫസ്റ്റ് ക്യാരക്ടർ തൊട്ട് ഈ നിമിഷം വരെ ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും എനിക്ക് ഫേവറേറ്റ് തന്നെയാണ്. കുറച്ചുകൂടെ പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന? പേഴ്സണലി അപ്പോൾ
അതിപ്പോൾ ഉപ്പുമ്പളയിലെ ക്യാരക്ടർ എനിക്ക് നല്ല അല്ലേ, നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു വീട്ടമ്മ. പിന്നെ പ്രകാശം പറക്കട്ടെ അങ്ങനെയാണ് ഇല്ലേ, മേപ്പടിയാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ കപ്പേളയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളുമായി അല്ലേ കണക്റ്റ് ആവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി. കൂടുതൽ ആൾക്കാർക്ക് തന്നെ അറിയുന്നത് കൂടുതലൊരു വീട്ടമ്മയായിട്ട് തന്നെയാണ് അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരാളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് കൂടുതലും കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ചേച്ചി പിന്നെ മൈ ബോസിലെ ക്യാരക്ടർ വേറൊരു ക്യാരക്ടർ അല്ലേ, അപ്പൊ ഇതൊന്നും അല്ലാത്തൊരു ക്യാരക്ടർ. അപ്പൊ അങ്ങനത്തെയും ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ ഇപ്പോ യേശു ഓണറിൽ ചെയ്തത് വേറൊരു, അതും അമ്മയാണ്, എന്നാലും വേറൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലേഡി, ഒരുപാട് പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന ഒരു ലേഡി. പിന്നെ ഷേക്സ്പിയർ അമ്മയെ മലയാളം ചെയ്ത ഒരു നാടക നടി. അതൊക്കെ നല്ല രസമുള്ള ക്യാരക്ടറാണ്. അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ അങ്ങനെയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ചേച്ചി ചെയ്ത സിറ്റ്കോം എടുത്ത് നോക്കുവാണെങ്കിൽ, കോമഡി സീരിയൽ എടുത്ത് നോക്കുവാണെങ്കിൽ, അതിൽ പെർട്ടിക്കുലർ സീൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ചില സീൻസിലൊക്കെ ചേച്ചി നമ്മൾ ഒരുപാട് ചിരിപ്പിക്കും. ഭയങ്കര രസകരമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന പല കോൺവെർസേഷൻസ് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞാലും ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചാലും അങ്ങനെയൊക്കെ തോന്നും. ചില സീൻസൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല വിഷമം വരും, നമ്മുടെ കണ്ണ് നിറയും. ഭയങ്കര തന്മയത്വത്തോടു കൂടിയാണ്. ഒരിക്കലും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കോമഡി ചെയ്യുന്നതും സീരിയസ് ആയിട്ടുള്ള റോൾസ് മാത്രമല്ല സിറ്റുവേഷൻസ് ചെയ്യുന്നതും ഒരുപോലെ ഇണങ്ങണം എന്നില്ല. പക്ഷെ നല്ല രസമായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എങ്ങനെയാണ് അത് കറക്റ്റ് ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലെത്തിയ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു കഥാപാത്രം കിട്ടിക്കഴിയുമ്പോൾ കുറേ കാലം ആയല്ലോ ആ കഥാപാത്രം ചെയ്യുന്നത് തന്നെ, ഒരുപാട് കുറേ കാലമായി. പിന്നെ നമ്മളൊരു ക്യാരക്ടർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യം ഒരു സെറ്റിൽ ആദ്യം എത്തുക എന്നുള്ള ഓട്ടമായിരുന്നു. പിന്നെ ആ സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ആർട്ടിസ്റ്റുകളും അവരുടെ ആ ഒരു അല്ലേ ആദ്യമായിട്ട് കാണുന്ന ഒരു സന്തോഷം, അതിൻ്റെ ഒരു മുഹൂർത്തങ്ങളായിരുന്നു. പിന്നെ അവർ ജീവിക്കുകയാണ് കഥാപാത്രങ്ങളിലൂടെ അല്ലേ, നമ്മളും അതിൻ്റെ കൂടെ യാത്ര ചെയ്യാണ്. അപ്പോൾ അവരിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ കുറേ പാഠങ്ങളുണ്ട്. കാരണം അവരഭിനയിച്ച് കാണുമ്പോൾ നമുക്ക് തോന്നും, ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, അല്ല ഇങ്ങനെയാണ് കഥാപാത്രങ്ങൾ കിട്ടിയാൽ ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ചെയ്യുന്നത് കണ്ട് 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 പതുക്കെ ശരിയായി വന്നതായിരിക്കും ഉള്ളത്. നേരത്തെ പഠിച്ചു വെച്ചിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഗ്രാജുവലി ഓരോ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് നിങ്ങളെ ലൈഫായിട്ട് കണക്ട് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കുണ്ടാവണ സന്തോഷം. അപ്പം അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഏതെങ്കിലും മൊമെന്റിൽ എനിക്കറിയില്ല, ഞാൻ പുറത്തുനിന്ന് ചോദിക്കുക, നമ്മളിപ്പം നമ്മൾ വേറെ എന്തെങ്കിലും വീട്ടിലെ കാര്യം ആലോചിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ മൈൻഡ് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് കറക്റ്റായിട്ടൊരു കോമഡി സീക്വൻസ് എന്തെങ്കിലും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടൊരു കാര്യം നമുക്ക് മെൻ്റലി കണക്ട് ചെയ്യാൻ പറ്റാതെ ബ്ലാങ്ക് ആയി പോവുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? സിനിമയിലായാലും എപ്പോഴെങ്കിലുമൊക്കെ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ടേക്സ് ഒക്കെ പോയി അങ്ങനെ? വളരെ ഇല്ല, അങ്ങനെയൊന്നും അധികം അങ്ങനെ ബ്ലാങ്ക് ആയി പോയെന്ന്. ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു കുഴപ്പമാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. ആക്ഷൻ പറയുന്നതിന് മുമ്പ് ഭയങ്കര ഒരാളല്ല ഉള്ളിലേ, വയറിനകത്തൊരാളല്ല, ടെൻഷൻ ഭയങ്കര കയറുന്നതിന് മുമ്പ്, ആക്ഷന് തൊട്ട് മുന്നേ. പിന്നെ ഓർമ്മയില്ല എന്നുള്ളതാ. പിന്നെ എനിക്ക് സത്യം പറ അതുവരെ അതിന് മുന്നേ എനിക്ക് എന്തുണ്ടായിരുന്നു എന്നൊന്നും അതുവരെ ആളലാണ്. അത് കഴിഞ്ഞ് പിന്നെ കട്ട് പോയപ്പോഴായിരിക്കും ദൈവമേ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്, അഭിനയിക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വേറെ അതിനെ കുറിച്ചും ആലോചിക്കില്ല. അതെങ്ങനെ എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ചില ആക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ് മെന്റലി എനിക്ക് അതിലോട്ട് ആവാനുള്ളൊരു സ്പേസ് എടുത്തില്ല, അപ്പം ഞാൻ അഭിനയിക്കണം, ആ ഒരു ക്യാരക്ടർ ആവാൻ പറ്റാറില്ല, അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ്ലി ചെയ്യുന്ന ഡിസിഷനാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചത്. അറിയില്ല, എനിക്ക് അത്രയും വലിയ കാര്യങ്ങളൊന്നും പറയാറില്ല. ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോണതാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് മുന്നേ വന്ന ആൾക്കാരെയും പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലുമൊക്കെ ഓരോരുത്തർ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ തരുന്ന ശരിക്കും ആക്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കൽ വാങ്ങലാണല്ലോ. അപ്പുറത്ത് നിൽക്കുന്ന ആള്, അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ആ കഥാപാത്രത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആ ക്യാരക്ടറാണ് ഞാൻ. ആ ക്യാരക്ടറിന് കൊടുക്കേണ്ടത് എന്താണോ റിയാക്ട് ചെയ്യുക. അപ്പോൾ അതാണ് കൂടുതലും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാവാൻ എനിക്കറിയില്ല. അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാറിയില്ല. അഭിനയത്തെക്കുറിച്ച് അത്രയും വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പറയാൻ. അതാണ് ഏറ്റവും വലിയ സത്യം. ചേച്ചി ഇപ്പം ചേച്ചി ഒരു വുമൺ ആണ്. അപ്പോൾ ഒരു വുമൺ എന്ന രീതിക്ക് ഇപ്പം ഞാൻ നാളെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു എന്ന് വെച്ചു, എന്തൊക്കെ
സ്ട്രഗിൾസ് ആയിരിക്കും ഒരു വുമൺ എന്ന രീതിയിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ചേച്ചി ഫേസ് ചെയ്തിട്ടുള്ളത്? ചേച്ചി വളരെ സ്ട്രോങ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വുമൺ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് എല്ലാം ഇപ്പോൾ അഭിനയിക്കാൻ പോകുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് എവിടെ യാത്ര ചെയ്യുമ്പോഴും ജീവിക്കുമ്പോഴും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എവിടെ അല്ലേ, നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ പോലും നമ്മൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാരൊക്കെ ഇപ്പോഴും സുരക്ഷിതരല്ല അല്ലേ. അപ്പം അതുകൊണ്ട് ജീവിതത്തിലുടനീളം നമുക്ക് എപ്പോഴും ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വളരെ ധൈര്യത്തോടെ ശക്തിയോടുകൂടി ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വരുന്നതൊക്കെ നമുക്ക് മാക്സിമം നമ്മൾ സ്നേഹത്തോടെയും ഒക്കെ നമ്മൾ തള്ളിക്കളയാൻ നോക്കുക. അതും പറ്റിയില്ലെങ്കിൽ ശക്തമായിട്ട് തള്ളിക്കളയാൻ നോക്കുക. അതൊക്കെ പറ്റുള്ളൂ. ചേച്ചിയെ ഓൺ സ്ക്രീനിൽ ഭയങ്കര അടിപൊളിയായിട്ട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. റിയൽ ലൈഫിലും അങ്ങനെ പെട്ടെന്ന് വീട്ടിലൊക്കെ എന്തെങ്കിലും സംസാരമൊക്കെ വരുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഹ്യൂമർ പറയുന്ന ഒരാളാണോ? അവരെപ്പോഴും ഇതേപോലെ അവരന്നിട്ട് ചിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്താണ് ചിരിക്കണത്, എന്നിട്ട് ഞാൻ എന്തെങ്കിലും കോമഡി പറഞ്ഞത് ഞാൻ ചോദിക്കലുണ്ട്. പക്ഷെ അവർ അമ്മ പറഞ്ഞത് പൊട്ടത്തരമാണ്, അതുകൊണ്ട് അത് ചിരിച്ചു പോയി എന്ന് പറയാം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മണ്ടത്തരങ്ങൾ അല്ലേ, മോളുടെ വീട്ടിലോ അമ്മ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാറുണ്ട്. അപ്പം അത് ശരിക്കും ആക്ച്വലി ഇപ്പം മോള് പറഞ്ഞല്ലോ, കോമഡി ചെയ്യുന്നത് കോമഡി ആയിട്ട് ചെയ്യണതല്ല ആക്ച്വലി അത് അല്ലേ. അതൊരു കോമഡി ആയിട്ട് ചെയ്യുന്നതല്ല. നമ്മുടെ ലൈഫിൽ മക്കളോടും അല്ലെങ്കിൽ ഹസ്ബൻഡിനോടും അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഗ്രാജുവലി നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ വന്നു പോകണം, തിരിച്ചിങ്ങോട്ടും കിട്ടും അതേപോലെ അവയെ. അപ്പോൾ അത് കോമഡി ആണെന്ന് പറയാൻ പറ്റില്ല, അത് ആ സിറ്റുവേഷനാണത് അല്ലേ. സിറ്റുവേഷനിൽ വന്നു പോകുന്ന ചില വേർഡ്സ് ആണ് മറ്റുള്ളവർക്ക് ചിരി ഉണ്ടാക്കിയെങ്കിലും അവർക്ക് ചിരി ഉണ്ടാവില്ല ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊരു കോമഡിക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയാനും പറ്റില്ല, സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യുന്നതാണ് അത്. ചേച്ചി പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോൾ തൊട്ടാണ് ചേച്ചി ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്? ആരെങ്കിലും കൂടി വന്നിട്ട് അയ്യോ ആ കഥാപാത്രം ചെയ്ത ആളല്ലേ, അങ്ങനെയൊക്കെ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം ചേച്ചിയെക്കുറിച്ച് വന്ന് പറഞ്ഞത് ചേച്ചി റെക്കഗ്നൈസ് ചെയ്തൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ കുറച്ച് പണ്ട് നേരത്തെ കുറേ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ ഇപ്പോൾ ഏഷ്യാനെറ്റിലാണെങ്കിലും സൂര്യയിലാണെങ്കിലും ഒക്കെ ഒരുപാട് സീരിയലൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും ഇതുപോലെ ട്രെയിനിൽ വെച്ചിട്ടും ഒക്കെ ആൾക്കാർ വന്ന് സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടവാ. കിട്ടിയാൽ ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ഏതാന്നൊക്കെ ഓർമ്മ? ഉപ്പുമുളകാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും കിട്ടിയ ഏറ്റവും നല്ല കോംപ്ലിമെന്റ്. അത് തന്നെയാണ്. അതിനകത്തൊരു മാറ്റമില്ല എന്തായാലും. ഇനി അതിനകത്ത് മാറ്റം ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. നമുക്ക് അത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും കോംപ്ലിമെന്റ്. കാരണം അതിനകത്ത് അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ചേച്ചി ഇപ്പോൾ സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സിനിമയിൽ സിങ് സൗണ്ട് അല്ലല്ലോ ചേച്ചി, ഇപ്പം സീരിയൽ ചെയ്യുമ്പം അതാണെങ്കിൽ ഡയറക്റ്റ് ലൈവായിട്ടാണല്ലോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള വർക്കിംഗ് പാറ്റേൺ അല്ലേ. ഇപ്പം എനിക്കൊന്ന് കുറച്ചും കൂടി സിനിമയിലും വരുന്നുണ്ട്. സിനിമയിൽ ഇപ്പൊ ചില സിനിമയിലൊക്കെ അങ്ങനെ ഉണ്ട്, സിങ് സൗണ്ട് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിൽ കൂടുതലും ഡബിങ് തന്നെയാണ്. എന്നാലും എന്ന് വെച്ചാൽ അത് ഈ സൗണ്ടൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ. പുറത്ത് ഔട്ട്ഡോറൊക്കെ എടുക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ സൈലൻ്റ് ആയ ഒരു സ്ഥലത്താണ് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, സിങ് സൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ, കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലതൊക്കെ എടുക്കാനും പറ്റും, അതൊക്കെ ടെക്നിക്കൽ എനിക്കറിയില്ല എങ്കിൽ പോലും എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു. പിന്നെ വെച്ചാൽ സിനിമയിൽ നമ്മൾ ഇപ്പോൾ കൂടുതലും പ്രോംപ്റ്റിങ് ഇല്ലാണ്ടാണ് കൂടുതലും കാണാതെ പഠിച്ചിട്ട് മറ്റേത് പ്രോംപ്റ്റ് ചെയ്ത് വരുമല്ലോ. ഇപ്പം അങ്ങനെയല്ല, മിക്ക ആർട്ടിസ്റ്റുകളും ഡയലോഗ് കറക്റ്റ് കാണാതെ പഠിച്ചിട്ട് പ്രോംപ്റ്റിങ് ഇല്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര നല്ലതാണ്. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എല്ലാം അവിടെ പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ആ കഥാപാത്രം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം നമ്മുടെ ലൈഫിൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫ്, ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ, എൻ്റെ സ്വഭാവം എന്താണ്, ഞാൻ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നേരത്തെ ചെയ്തിരുന്നു, ഇനി ഞാൻ നാളെ എന്തൊക്കെ ചെയ്യും അല്ലേ, ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതെനിക്കറിയാം ഇല്ലേ. അപ്പോൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഇത് ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ ആ ക്യാരക്ടർ പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. ഡയലോഗ് തരുമ്പോൾ അത് പഠിക്കാൻ എളുപ്പമാണ്. പഠിച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എഴുതി വെച്ചത് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ അത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ
ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ കൂടുതലല്ല ഉദ്ദേശിച്ച കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴും ഒരു ആക്ടറിന്റെ ഒരു ഇതാണല്ലോ, സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങളോട് ഇടുമ്പോഴാണ് ആ ഒരു character കുറച്ചുകൂടി മനോഹരം. അതപ്പോൾ ആ ആൾക്ക് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ആ ക്യാരക്ടർ ഭംഗിയാവും എന്നുള്ള, കുറച്ചും കൂടെ ഭംഗിയാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ കാണാതെ പഠിച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ചെയ്യുമ്പോൾ ആ വ്യക്തി ഒരു സീനെ ഒരു സിനിമയിൽ ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും അയാളുടെ കഴിവ് പൂർണ്ണമായിട്ട് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒറ്റ സീൻ കൊണ്ട് അയാൾ ആ സിനിമ മൊത്തം എടുത്തിട്ടുണ്ടെങ്കിൽ പോകും അല്ലേ. നമുക്കൊരു സിനിമയിൽ ഒറ്റ സീനെ ചെയ്യാൻ പറ്റിയുള്ളെങ്കിൽ പോലും ആ സീൻ മൊത്തം നമുക്ക് എടുക്കാൻ പറ്റിയാൽ അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റാൻ ഏറ്റവും ലക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആ മൊത്തം മനസ്സിലാക്കി ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവരും അങ്ങനെയാണോ ചിന്തിക്കുന്നത്? എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണിത്. അത്രേ ഉള്ളൂ. ഇപ്പം വീട്ടിൽ ഒരമ്മയാണല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം എപ്പോഴെങ്കിലും മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അമ്മ ഐ എം പ്രൗഡ് ഓഫ് യു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഭയങ്കര അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞ് അമ്മയോട് ഒരുപാട് സ്നേഹപ്രകടനമൊക്കെ കാണിച്ച നിമിഷങ്ങളൊക്കെ? അതൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ വീട് കൊണ്ടുപോകുന്ന രീതികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ ലൈഫ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈശ്വരനിൽ നിന്നായിരിക്കണം. ഒരു സെൽഫ് കോൺഫിഡൻസ് ആണത്. ഭയങ്കര ഒരു ധൈര്യമാണ് നമുക്ക്. അതാണ് നമുക്ക് പിന്നിൽ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ, പിന്നിലും മുന്നിലും നമ്മളെ കൂടെ നടുക്ക് നമ്മളെ സേഫ് ആക്കിക്കൊണ്ട് അപ്പുറവും ഇപ്പുറവും ഒരാളുണ്ട് എങ്കിൽ അത് നമുക്ക് ലൈഫിലെ ഏറ്റവും വലിയൊരു സക്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു പ്രയറോട് കൂടി ഒരു ലൈഫ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരിൽ ആ ഒരു പ്രയർ ശീലമുണ്ട്. എന്ത് കാര്യം പറയുമ്പോഴും അത് ദൈവം നോക്കിക്കോളും, ഞാൻ ഈശ്വരനെ വിട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എപ്പോഴും എല്ലാ മക്കളോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നുള്ള എനിക്ക്. അപ്പോൾ അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് അവരെപ്പോഴും പറയാറുണ്ട്. പിന്നെ നമ്മളെ ക്യാഷ് എപ്പോഴും നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് ചിലവാക്കുക. കാരണം നമ്മളെപ്പോഴും വളരെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. സമ്പത്തിനെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ. ഇഷ്ടമുള്ള ഒരാളെ മാത്രമേ, നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം ലക്ഷ്മി ധനം അല്ലേ. അപ്പോൾ അതുകൊണ്ട് സമ്പത്തിനെ ഒരുപാട് സ്നേഹിക്കുക, റെസ്പെക്ട് ചെയ്യുക. സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹിച്ചിട്ട് ദ്രോഹിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്നേഹിച്ചിട്ട് ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കിട്ടി, സ്നേഹം കൊണ്ട് കയ്യിൽ കിട്ടി, എന്നിട്ട് അത് നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചിലവാക്കിയാൽ അത് നമ്മളെ കൂടെ നിൽക്കില്ല, പോവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലതിന് വേണ്ടി അത് യൂസ് ചെയ്യുക. ചേച്ചി ഇപ്പോൾ പറയുന്നത് ശരിക്കും സയൻസ് ബിഹൈൻഡ് മണിയാണ്. അത് വളരെ സിമ്പിളായിട്ട് പറയാം. അതുപോലെ നേരത്തെ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞത്, നമ്മൾ എന്താഗ്രഹിച്ചാലും യൂണിവേഴ്സിൽ എന്തോ ഒരു ശക്തി ഉണ്ട്, നമുക്ക് ഉറപ്പായിട്ടുണ്ട്. നമ്മൾ അതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ. പിന്നെ അവർക്ക് കൂടുതലും, ഞാൻ പണ്ട് ഒരുപാട് ബുക്സ് വായിക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഒരു പേപ്പർ കഷ്ണം വഴിയിൽ നിന്ന് കിട്ടിയാൽ പോലും അപ്പോൾ അതെടുത്ത് വായിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കുട്ടികളിലും ഉണ്ട്, ആ ഒരു ഗുണമുണ്ട്. അവർ ഒരുപാട് നന്നായിട്ട് വായിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അപ്പോൾ എപ്പോഴും നമ്മളിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അവർക്ക് ഗുണം. ഇപ്പം അവരോട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഉടനെ മറുപടി പറയാൻ പറ്റുന്നത്, അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് നമ്മളെക്കാൾ കൂടുതൽ അവർ വായിക്കുന്നുണ്ട് ഇപ്പോൾ ഇല്ലേ. എനിക്ക് സമയമില്ലാണ്ടായിപ്പോയി, എൻ്റെ വായനാശീലം മൊത്തം ഇപ്പോൾ പോയി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവരിൽ കാണുമ്പോൾ നമുക്ക് ഇപ്പം ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ വിളിച്ചിട്ടൊക്കെ ചോദിച്ചു, ഇന്ന കാര്യം പറഞ്ഞു, അത് എങ്ങനെയാണത് നോക്കിക്കുമ്പോൾ അമ്മ അത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ഇപ്പോൾ ചേച്ചിനോടാണെങ്കിലും ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്ന കൂട്ടത്തിലാണ്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ലെങ്കിലും വീട്ടിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ടെക്നിക്കലായിട്ട് പല കാര്യങ്ങളും നമ്മളെക്കാൾ അറിവ് അവർക്കാണ് അല്ലേ. അപ്പോൾ അവരെ കൊണ്ട് പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ.